രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ എന്ന ചാനൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് സാക്ഷാൽ നാരായണീയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് സിദ്ധ ഔഷധമാണ് അതെന്ന് പറയുന്നത് നാരായണീയം. നമുക്ക് ഇത് കൂടാതെ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. അപ്പം പിന്നെ രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായി 72 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഷ്ടപതിയുടെ ക്ലാസ് കിട്ടും, രാധയുടെ പ്രണയം കിട്ടും, ജ്യോതിഷം കിട്ടും, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, നിങ്ങളുടെ നക്ഷത്ര ഫലങ്ങൾ, പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, കൃഷ്ണന് പ്രിയപ്പെട്ട അഷ്ടാവക്ര ഗീത. കൃഷ്ണഭക്തർ നിശ്ചയമായും അഷ്ടാവക്ര ഗീത കേട്ടിരിക്കണം. അതേ കണക്ക് തന്നെ ഞാൻ എങ്ങനെ രാധാഭക്തനായി, അത് നിങ്ങൾ ഓരോരുത്തരും അറിയണം, പ്രത്യേകിച്ചും പുതിയ സബ്സ്ക്രൈബേഴ്സ്. ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, ബന്ധം വേർപെട്ടിരിക്കുന്നവരും ബന്ധം വേർപെടാൻ ആഗ്രഹിക്കുന്നവരും അവരുടെ മക്കളും കണ്ടിരിക്കണം. അതേ കണക്ക് മക്കൾ ദൂരദേശത്തൊക്കെ പോയി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി പ്രണയം വിജയിക്കുവാൻ എന്നൊരു വശ്യമന്ത്രം ഉൾപ്പെടെ എന്നും പറഞ്ഞുണ്ട്. അത് എല്ലാ മാതാപിതാക്കളുമാണ് അത് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് നാരായണീയം നമ്മൾ വീഡിയോ റിലീസാകും. എല്ലാ ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതി. മറ്റു വീഡിയോകളെല്ലാം 3 മണിക്ക് നമുക്ക് വരുന്നത് ആയിരിക്കും. അപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് എൻ്റെ സബ്സ്ക്രൈബേഴ്സായ അമ്മമാരാണ്. അപ്പോൾ അമ്മമാർക്കെല്ലാം വളരെ സന്തോഷം ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് നാരായണീയം തുടങ്ങാം. അതിനു മുമ്പ് അമ്മമാരോട്, ഈ അമ്മമാരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൻ്റെ ഒരു വലിയ ബലം തന്നെ ഈ അമ്മമാരാണ്. എനിക്കും ഈ അമ്മയുമാരുമായിട്ട് വലിയ അടുപ്പമാണ്. അവരെന്നെ ഇരട്ട വിളിക്കാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അവരുടെ ഒരു മോനെ പോലെ, അവർക്കൊരു കൊച്ചു പായസം വെച്ചാൽ പോലും എന്നെ വിളിച്ചു പറയും, മോനെ ഞങ്ങൾ പായസം വെച്ചു, മോനുണ്ടായിരുന്നെങ്കിൽ മോന് ഞാൻ തന്നേനായിരുന്നു. അങ്ങനെ ഒരു സ്നേഹം പങ്കിടലാണ്. ദൂരത്തിരുന്നും നമുക്ക് സ്നേഹം പങ്കിടാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അമ്മമാരെന്ന് പറയുന്നത്. അപ്പം എനിക്ക് എൻ്റെ മരിച്ചുപോയ ഒരമ്മയ്ക്ക് പകരം ഒരുപാട് അമ്മമാരെ തന്നിരിക്കുകയാണ്. അവരുടെ വീട്ടിലെ ഏത് വിശേഷത്തിനും എന്നെ വിളിക്കാറുണ്ട്, മനസ്സിലായില്ലേ? അവരുടെ വീട്ടിലെ ഈവൻ കൊച്ചുമക്കളുടെ പിന്നെ അരഞ്ഞാണം കെട്ടിന് വരെ എന്നെ വിളിക്കും. അപ്പോൾ അവരുടെ ഓരോ വിശേഷങ്ങളും പറയും, സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവയ്ക്കും. പക്ഷേ ഈ അമ്മമാർ ഇപ്പോൾ എന്നോട് പറയുന്നത്, മോനെ ദേവീ മാഹാത്മ്യം തുടങ്ങാൻ. എൻ്റെ അമ്മയെ പിന്നെ എനിക്ക് ഇപ്പം തന്നെ ഒന്നിനും സമയമില്ല, നിങ്ങൾ വളരെയധികം നിർബന്ധിച്ചത് കൊണ്ടാണ്. പിന്നെ നാരായണീയം നമുക്ക് വളരെ നല്ലതാണ്.
അപ്പം അതും കൂടെ കൊണ്ടാണ് തുടങ്ങിയത്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നോക്കട്ടെ, രാധാറാണിയും ഭഗവാൻ ശ്രീകൃഷ്ണനും അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ദേവി മഹാത്മ്യമൊക്കെ തുടങ്ങാം. തൽക്കാലം നമ്മൾ നാരായണീയം തുടങ്ങുകയാണ്. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ. പറഞ്ഞോളൂ, ജയ്. എൻ്റെ മാതാവ്, നിങ്ങളുടെ മാതാവ്, എനിക്കും നിങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തരുന്ന നമ്മുടെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എന്നെയും നിങ്ങളെയും സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. മേൽപ്പത്തൂരിൻ്റെ നാരായണീയം ക്ലാസ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പനും രാധാറാണി അമ്മയും അനുഗ്രഹിക്കുമെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും 3 മണിയാകുമ്പോൾ ഈ വീഡിയോ റിലീസ് ചെയ്യാൻ കഴിയും. ഈ ക്ലാസ് പൂർത്തിയാക്കാനുള്ള ആയുരാരോഗ്യ സൗഖ്യം എനിക്കും, അത് കൃത്യമായി കേൾക്കാനുള്ള ആയുരാരോഗ്യ സൗഖ്യം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. സാക്ഷാൽ ഗുരുവായൂരപ്പനിൽ തന്നെ അടങ്ങിയിരിക്കുന്ന രാധാറാണി അമ്മയുടെ കാൽക്കൽ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് നാരായണീയം തുടങ്ങാം. ഓർമ്മ വയ്ക്കുക, ശാസ്ത്രം തോറ്റെടുത്ത് ഗുരുവായൂരപ്പൻ ജയിച്ചതാണ് നാരായണീയം എന്ന് ആദ്യം ആലോചിക്കുക. ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗം മാറ്റാൻ പല ഡോക്ടർമാരും പഠിച്ച പണി 18 നോക്കിയിട്ടും നടക്കാത്ത ആ രോഗം ശാസ്ത്രം തോറ്റെടുത്ത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ജയിച്ചു. നാരായണീയത്തെക്കുറിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ അത് പറയാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ ആരെങ്കിലും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു എങ്കിൽ നാരായണീയം അർത്ഥമറിഞ്ഞ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭക്തി കൂടി നിശ്ചയമായും നിങ്ങളുടെ രോഗത്തിന് ശമനം ഉണ്ടായിരിക്കും. യാതൊരു മാറ്റവും അതിനകത്ത് ഇല്ല. ഇത് അനുഭവവേദ്യമായ കാര്യങ്ങളാണ്. അനുഭവവേദ്യമാണ് ഈ കാര്യങ്ങൾ. മനസ്സിലായില്ലേ? സാക്ഷാൽ നാരായണീയത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. നിങ്ങൾക്ക് എന്ത് അസുഖമുണ്ട്, നാരായണീയം ഇങ്ങനെ കേൾക്കുക. നാരായണീയം എന്ന് പറയുന്നത് അർത്ഥം അറിയാതെ പറഞ്ഞാലും ഗുണമാണ്. പക്ഷേ അർത്ഥം അറിഞ്ഞു വരുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നാരായണീയത്തിൻ്റെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സാക്ഷാൽ വേദവ്യാസൻ്റെ അവതാരമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. കേരളത്തിന് അഭിമാനിക്കാം. വേദവ്യാസൻ തൻ്റെ പുനർജന്മത്തിനായി തിരഞ്ഞെടുത്തത് കേരളമാണെന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. നാരായണീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ശ്ലോകവും ഓരോ മന്ത്രങ്ങളാണ്. ആ മന്ത്രരൂപത്തിലാണ് ഭട്ടതിരിപ്പാട് ഇതിലെ ശ്ലോകങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നാരായണീയത്തിന് ഇത്ര പെട്ടെന്ന് ഫലസിദ്ധി തരാനായിട്ട് തരുന്നത്. ഓരോ ദശകത്തിലും ഒരു തവണയെങ്കിലും എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രോഗമുള്ളവരും ഇല്ലാത്തവർക്ക് പിന്നെ ഒരിക്കലും രോഗം വരില്ല എന്ന് മാത്രവുമല്ല, ഭട്ടതിരിപ്പാട് ഇതിൻ്റെ അവസാനം ഗുരുവായൂരപ്പ സഹസ്രനാമം എഴുതിയിട്ടുണ്ട്. അത് സാധാരണ ഗുരുവായൂരപ്പ സഹസ്രനാമം പോലെ അല്ല. ഈ ഗുരുവായൂരപ്പ സഹസ്രനാമം രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് സിദ്ധ ഔഷധമാണ്. ഇതിന് രോഗഹര സഹസ്രനാമമെന്നും നാരായണീയ സഹസ്രനാമമെന്നും പേരുണ്ട്. അതും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്, പ്രത്യേകം ഞാൻ പറഞ്ഞു തരാണ്. ഈ ഭട്ടതിരിപ്പാടിനൊരു ഗുരുനാഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് തൃക്കണ്ടിയൂര് അച്യുത പിഷാരടി. ഈ അച്യുത പിഷാരടിക്ക് ഗുരുതരമായ വാതരോഗം വന്നു. എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. അദ്ദേഹം പ്രശസ്ത ജ്യോതിഷനാണ്. അദ്ദേഹം കബഡി വെച്ചു. പ്രശ്നവശാൽ അദ്ദേഹത്തിന് മനസ്സിലായി താൻ കഴിഞ്ഞ ജന്മത്ത് ചെയ്ത ദോഷങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തിങ്ങനെ വന്നിരിക്കുന്നത്. അതിന് ചില പൂജകളും നടത്തണം,
കർമ്മ വിഭാഗ ദാനവും നടത്തണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖം ഏറ്റെടുക്കാൻ ഒരാൾ വേണം. അപ്പോൾ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം. അപ്പോൾ ആലോചിച്ച് നോക്കിക്കോണ്ടേ, ഇത് സാധാരണ ശാസ്ത്രജ്ഞന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഭട്ടതിരിപ്പാട് ജീവിച്ചിരുന്നതാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈ കഥയും എല്ലാവർക്കും അറിയാം. ഒരാളുടെ രോഗം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. അതാണ് മന്ത്രസിദ്ധി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഏറ്റെടുത്തിട്ട് പിന്നെ എന്തൊക്കെ ചികിത്സിച്ചാലും ഇത് പോകുന്നില്ല. അങ്ങനെ മറ്റേ ആൾക്ക് ഗുരുവിന് അസുഖം കുറയുകയും ചെയ്തു. അങ്ങനെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ 27ാമത്തെ വയസ്സിൽ തൻ്റെ സഹായിയായിട്ട് അനുജൻ മാതൃദത്തനെയും കൂട്ടിക്കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലെത്തുകയാണ്. അപ്പോൾ എഴുത്തച്ഛനോട് ഈ കാര്യം പറഞ്ഞിട്ട് ചോദിച്ചു, ഞാനിങ്ങനെ കൃഷ്ണൻ്റെ അവതാര ലീലകൾ എഴുതാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ഭാഗവതം കാച്ചിക്കുറുക്കിയതാണിത്. അതാണ് അതിൻ്റെ സത്യം. ഭാഗവതമാണ് അതിനെ കുറുക്കി എടുത്തതാണിതെന്ന് പറയുന്നത്. ഞാൻ എവിടുന്ന് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എഴുത്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മീൻ തൊട്ടുകൂട്ടാൻ. അപ്പം ആദ്യം ഒന്ന് അമ്പരന്ന് പോയി, എന്ത് മത്സ്യം കഴിക്കാത്ത എന്നോട് മീൻ തൊട്ടുകൂട്ടാനോ? പിന്നീടാണ് മനസ്സിലായത് മത്സ്യാവതാരം തൊട്ട് തുടങ്ങാൻ. അങ്ങനെ നാരായണീയത്തിൽ ഭഗവാന്റെ സകല അവതാരങ്ങളും വർണ്ണിക്കുന്നു. സ്വർഗാരോഹണം മാത്രമില്ല, 100 ദിവസം കൊണ്ട് 100 ദശകങ്ങൾ എഴുതി ഇത് പൂർത്തിയാക്കുകയാണ് ഭട്ടതിരിപ്പാട്. അങ്ങനെ 100ാമത്തെ ദിവസം, അത് പറയുമ്പം തന്നെ എനിക്ക് രോമാഞ്ചം വരുന്നു. 100ാമത്തെ ദിവസം താൻ എഴുതിയ നാരായണീയം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കാനായിട്ട് സാക്ഷാൽ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. ആ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് കൃഷ്ണ എന്നൊരു വിളി നാരായണീയം കൈ വെച്ചുകൊണ്ട്. കുറച്ച് നേരത്തേക്ക് നാരായണ ഭട്ടതിരിപ്പാടിന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. ആലോചിക്കുക, കൃഷ്ണഭക്തരെ രോമാഞ്ചത്തോടുകൂടി കേൾക്കുക. എൻ്റെ ഓരോ രോമങ്ങളും എഴുന്നേറ്റ് നിൽക്കുകയാണ്. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ ഗുരുവായൂരിൻ്റെ ശ്രീലകത്ത് നിന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇറങ്ങി വരികയാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇറങ്ങി വരികയാണ്. നാരായണ നാരായണ നാരായണ. സാക്ഷാൽ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ രാധാവല്ലഭൻ ഇറങ്ങി വരികയാണ്. ആ ഗുരുവായൂരപ്പനെ കേശാദിപാദമങ്ങനെ കാണുകയാണ്. ആ ഗുരുവായൂരപ്പനെ കണ്ട് നമസ്കരിക്കുകയാണ്. അവിടെ വെച്ച് ഭട്ടതിരിപ്പാടിൻ്റെ രോഗം മുഴുവനും മാറുകയാണ്. നാരായണീയം പാടിയാൽ 2 ഗുണം. 1 രോഗം മാറും, 2 ഭഗവത് ദർശനം കിട്ടും. അങ്ങനെ ഈ നാരായണീയത്തിലെ 100ാമത്തെ ദശകത്തിൽ കേശാദിപാദ വർണ്ണന എഴുതി ചേർക്കുകയാണ്. കേശാദിപാദി വർണ്ണന 100ാമത്തെ ദശകത്തിൽ കേശാദിപാദി വർണ്ണന. ഇതിന് ശേഷം ഭട്ടതിരിപ്പാട് എഴുതി ചേർക്കുകയാണ്. അത് കണ്ടതാണ്, താൻ നേരിട്ട് കണ്ടു ഗുരുവായൂരപ്പനെ തൻ്റെ കണ്ണുകൾ കൊണ്ട്. മനസ്സിലല്ലേ? ഗുരുവായൂരപ്പനെ നാരായണ നാരായണ ഗുരുവായൂരപ്പനെ തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് ഗുരുവായൂരപ്പൻ്റെ കേശാദിപാദി വർണ്ണന, ശിരസ് മുതൽ പാദം വരെ ഉള്ള വർണ്ണന അതിനുശേഷമാണ് എഴുതി ചേർത്തത്. അത് ഒറിജിനലാണ്, സാക്ഷാൽ ഭട്ടതിരിപ്പാട് കണ്ടതാണ്. ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും രോഗം മാറട്ടെ, ഗുരുവായൂരപ്പനെ കാണാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളെ പഠിപ്പിക്കുന്ന എനിക്കും ഒരു രോഗങ്ങളും വരാതിരിക്കട്ടെ. എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് ദർശനം നൽകട്ടെ. രാധാറാണി സമേതനായി. കൊല്ലവർഷം 762 വൃശ്ചിക മാസം ഒരു ഞായറാഴ്ച ദിവസമാണ് നമ്മുടെ വിശിഷ്ടമായ നാരായണീയം എന്ന് പറയുന്ന ആ ഗ്രന്ഥം എഴുതി തീർന്നത്. ഇനി ഈ നാരായണത്തിലെ ശ്ലോകം നമ്മുടെ മഞ്ജു ടീച്ചർ ഉണ്ടല്ലോ, നമ്മുടെ അഷ്ടപതി പാടിത്തന്ന മഞ്ജു ടീച്ചർ, ആ മഞ്ജു ടീച്ചർ വളരെ മനോഹരമായിട്ടത് പാടി. നിങ്ങൾക്ക് എല്ലാം അറിയാം. മഞ്ജു ടീച്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും എന്താണ്, സ്കൂൾ ശാസ്ത്രീയ സംഗീത ടീച്ചറാണ്.
അപ്പം നാരായണീയത്തിൻ്റെ ആദ്യ ദശകം പാടാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ മഞ്ജു ടീച്ചർ എനിക്ക് പാടിത്തന്നു മനോഹരമായി. പിന്നെ 3ഉം 4ഉം ശ്ലോകങ്ങൾ അതും നിങ്ങൾക്കറിയാം. അഷ്ടപതി നമ്മുടെ രാധിക, തൃശ്ശൂരുള്ള രാധിക എനിക്ക് എൻ്റെ കുഞ്ഞനുജത്തിയെ പോലെയാണ്. പോലെയെന്നല്ല, രാധിക എൻ്റെ കുഞ്ഞനുജത്തിയാണ്. രാധികയെ ഞാൻ തൃശ്ശൂർ പോയി കണ്ടിട്ടുണ്ട്. ഒരമ്പലത്തിൽ പോയാൽ പോലും രാധിക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ രാധികയോട് ആവശ്യപ്പെടേണ്ട താമസം രാധിക സന്തോഷത്തോടു കൂടി എനിക്ക് അയച്ചു തന്നു. അതുപോലെ നാരായണീയത്തിലെ ശ്ലോകങ്ങൾ പാടി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർ എന്നെ ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ 9645333999. അപ്പം നമ്മുടെ മഞ്ജു ടീച്ചർ അതിഗംഭീരമായി സാന്ദ്രാനന്ദാവബോധം എന്ന ആ ശ്ലോകം ചൊല്ലുന്നത് നിങ്ങൾ കേൾക്കൂ. അതിനുശേഷം ഓരോ വാക്കുകളും എടുത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഞാൻ ഈ നാരായണീയ ശ്ലോകത്തെ ആവാഹിച്ചു തരാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അപ്പോൾ നമ്മുടെ മഞ്ജു ടീച്ചർ ഇത് മനോഹരമായിട്ട് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ ഇല്ലേ? ടീച്ചർക്ക് ഒരു നല്ല കൈയടി കൊടുത്ത എല്ലാവരും. ഇനി ഞാനിത് വായിക്കാട്ടോ, കേട്ടിരുന്നോ? സാന്ദ്രാനന്ദ അവബോധാത്മകം. ഞാൻ പിരിച്ചു പറഞ്ഞു തരാം, അപ്പം മനസ്സിലാകും. സാന്ദ്ര ആനന്ദ അവബോധ ആത്മകം ചേർത്ത് പറയുമ്പോൾ സാന്ദ്രാനന്ദ അവബോധാത്മക അനുപമമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാന. ഇനി നിങ്ങൾ അർത്ഥം എഴുതിക്കോ. അർത്ഥം എഴുതി വെക്കണം. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ബുക്കുകളിലൊന്നും എല്ലാ അർത്ഥവും അവർ കൊടുക്കത്തില്ല, കുറച്ചേ കൊടുക്കൂ. എഴുതിക്കോ. സാന്ദ്രം, സാന്ദ്രം സമം ഇട്ടിട്ട് കട്ടിയുള്ള ഗാഠമായ, അതൊക്കെ എഴുതി വെച്ചോ. കട്ടിയുള്ള കോമ ഗാഠമായ കോമ കൊഴുത്ത കോമ ധാരാളമുള്ള സമൃദ്ധമായ. ഇത്രയും അർത്ഥമുണ്ട് സാന്ദ്രത്തിന്. മനസ്സിലായി? അപ്പം സാന്ദ്രം സമം കട്ടിയുള്ള കൊഴുത്ത ഗാഠമായ സമൃദ്ധമായ അല്ലെങ്കിൽ ധാരാളമായ ആനന്ദ അവബോധം. എഴുതി വൈ. അവബോധം ഉണർവ്, അവബോധം ഉണർവ് കോമ അറിവ്, രണ്ടർത്ഥം. അറിവ് കിട്ടുമ്പോഴാണല്ലോ ഉണർവുണ്ടാകുന്നത്. ഇനി നിങ്ങൾ ചേർത്തെഴുത്. സാന്ദ്രാനന്ദാവബോധാത്മകം, അത്ര എഴുത്. സാന്ദ്രാനന്ദാവബോധാത്മകം, അറിവിൽ നിന്നുണ്ടാകുന്ന ഗാഠമായ ആനന്ദം. മനസ്സിലായില്ലേ? അറിവിൽ നിന്നുണ്ടാകുന്ന ഗാഠമായ ആനന്ദം രൂപമായി മാറിയത്, അത്ര എഴുതി വെക്കണം. ഇങ്ങനെ സാന്ദ്രാനന്ദ അവബോധാത്മകം എന്നെഴുതി സമമിട്ടിട്ട് അറിവിൽ നിന്ന് ഉണ്ടായ ആനന്ദം രൂപം പ്രാപിച്ചത്. ഇനി എഴുത്. അനുപമമിതം സമം ഉപമിക്കാൻ പറ്റാത്തത്, യാതൊന്നിനോടും ഉപമിക്കാൻ പറ്റാത്തത്, താരതമ്യപ്പെടുത്താൻ പറ്റാത്തത്.
അപ്പൊ അർത്ഥം എഴുതേണ്ടത് മറ്റൊന്നിനോടും ഉപമിക്കാൻ പറ്റാത്തത്. കാലദേശാവധിഭ്യാം എഴുത്. കാലദേശാവധിഭ്യാം സമം ഇട്ടിട്ട് കാലം ദേശം എന്നിവയുടെ പരിധികളിൽ നിന്ന് എന്നെഴുത്. കാലദേശാവധിഭ്യാം കാലം ദേശം എന്നിവയുടെ പരിധികളിൽ നിന്ന്. നിർമുക്തം അർത്ഥം എഴുത്. നിർമുക്തം പൂർണ്ണമായും മോചിക്കപ്പെട്ടത്. പൂർണ്ണമായും മോചിക്കപ്പെട്ടത്. നിത്യമുക്തം നിത്യമുക്തം എപ്പോഴും മുക്തമായത്, സ്വതന്ത്രമായത്. എപ്പോഴും മുക്തമായതല്ലെങ്കിൽ സ്വതന്ത്രമായത്. നിഗമം അർത്ഥം എഴുത്. വേദം. നിഗമം വേദം. അടുത്തത് എഴുത്. ശതസഹസ്രേണ ശതസഹസ്രേണ 100,000 100,000. നിർഭാസ്യമാനം ഭാസ്യം പ്രകാശിക്കുക. നിർഭാസ്യമാനം പ്രകാശിക്കപ്പെടുന്നത്. നിർഭാസ്യമാനം പ്രകാശിക്കപ്പെടുന്നത്. ഇനി എഴുത്. നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം. അത്ര എഴുതണം. നിഗമ ശത സഹസ്രേണ നിർഭാസ്യമാനം. അർത്ഥം 100,000 വേദങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത്. 100,000 വേദങ്ങളാൽ പ്രകാശിക്കപ്പെടുന്നതും. അടുത്തത് എഴുത്. അസ്പഷ്ടം അസ്പഷ്ടം വ്യക്തമല്ലാത്തത്. അസ്പഷ്ടം വ്യക്തമല്ലാത്തത്. ദൃഷ്ടമാത്രേ ഒറ്റ നോട്ടത്തിൽ. ദൃഷ്ടമാത്രേ ഒറ്റ നോട്ടത്തിൽ. പുന പിന്നീട്. ഉരു അർത്ഥം എഴുത്. വലിയ. പുനരുരു പുനരുരു പിന്നീട് വലിയ. മനസ്സിലായില്ലേ? പുനരുരു ചേർത്തെഴുതണം. പുന പിന്നീട്, ഉരു വലിയ. പുനരുരു സമം പിന്നീട് വലിയ. പുരുഷാർത്ഥാത്മകം. പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഏതാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. എഴുതി വെച്ചോ. പുരുഷാർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അടുത്തത് തത് ബ്രഹ്മതത്വം താവത്. എഴുതി വെച്ചോ. തത് ബ്രഹ്മതത്വം താവത് സമമിട്ടിട്ട് ആ ബ്രഹ്മതത്വം ആകട്ടെ. അതാണ് അതിൻ്റെ അർത്ഥം. തത് ആ ബ്രഹ്മതത്വം ആകട്ടെ. ഭാതി അർത്ഥം എഴുതി വഴി ഭരണിയുടെ ഭാതി സമം പ്രകാശിക്കുന്നു. സാക്ഷാത് സാക്ഷാത് കണ്ണുകൊണ്ട് കാണുമാറ്. അർത്ഥം എഴുതിക്കൊണ്ടേ. സാക്ഷാത് കണ്ണുകൊണ്ട് കാണുമാറ്. ഗുരുപവനപുരേ അർത്ഥം ഗുരുവായൂരിൽ. എഴുതിയല്ലേ? ഗുരുപവനപുരേ ഗുരുവായൂരിൽ. ഹന്ത അതൊരു അതിശയ ശബ്ദം. ഹന്ത ജനാനാം ജനങ്ങളുടെ ഭാഗ്യം. ഹന്ത ജനാനാം ഭാഗ്യം. ഹോ ജനങ്ങളുടെ ഭാഗ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ നിങ്ങൾ അർത്ഥമെല്ലാം എഴുതി കഴിഞ്ഞല്ലോ. ഇനിയാണ് കളി. ഇനിയാണ് കളി. ശ്രദ്ധിച്ചിരുന്നോളണം. അതായത് വളരെ അർത്ഥങ്ങളാണ്. ഞാൻ ഓരോന്നായിട്ട് പറയാൻ പോവുകയാണ്. ആദ്യം സാന്ദ്ര ആനന്ദ അവബോധം. ശ്രദ്ധിക്കുക. ആ സാന്ദ്രവും ആനന്ദവും ഒക്കെ നിൽക്കട്ടെ. ഇവിടെ വലിയ ഒരു സംഭവം ഭട്ടതിരിപ്പാട് പറയുകയാണ്. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക. നല്ല സൂപ്പറായിട്ട് അർത്ഥം അറിഞ്ഞിട്ട് നാരായണീയം ചൊല്ലണം. ഭയങ്കരമാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന? സാന്ദ്രം സ സ എന്ന് പറഞ്ഞാൽ വിഷ്ണു, ശിവൻ. മനസ്സിലായില്ലേ? പിന്നെ പാർവതീദേവി, ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ വൈഷ്ണവ ശക്തി. പിന്നെ ശാക്തിക ശൈവേ ശക്തി, അത് ലക്ഷ്മിയും പാർവതിയുമാണ്. അപ്പൊ ശ്രദ്ധിച്ചേട്ടോണേ. സ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ സ സമം ഇട്ടിട്ട് എഴുതിക്കോ. സ സമം വിഷ്ണു, ശിവൻ, വായു. പിന്നെ ആരാണ്? ലക്ഷ്മി ദേവി, പാർവതീദേവി, വായു, സർപ്പം. അതായത് സാന്ദ്രാനന്ദം. നമുക്ക് സാന്ദ്രം എന്ന വാക്ക് അവിടെ നിൽക്കട്ടെ. ആദ്യം ഈ സ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് സ വിഷ്ണുവും ശിവനും.
അപ്പം ഞാൻ ഈ ഗ്രന്ഥം തുടങ്ങുന്നതിന് മുമ്പ് സാക്ഷാൽ മഹാവിഷ്ണുവിനെയും ശിവനെയും വന്ദിക്കുന്നു. രണ്ടും രണ്ടെന്ന് പറഞ്ഞ് അടി കൂടണ്ട ഒന്നാണ്. തീർന്നില്ല. സായിക്ക് പാർവതി ദേവി, ലക്ഷ്മി ദേവി, അതായത് വിഷ്ണുവിൻ്റെ ശക്തി, ശിവന്റെ ശക്തി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പ് മഹാവിഷ്ണുവിനെയും ശിവനെയും നമിക്കുന്നു. അവരുടെ പത്നിമാരായ പാർവതി ദേവിയെയും ആരെയാണ്? ലക്ഷ്മി ദേവിയെയും നമിക്കുന്നു. കണ്ട, സാക്ഷാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പോലും പത്നിയെ നമിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ പത്നി ശൈവശക്തി, അത് നമുക്ക് ലക്ഷ്മി എന്നും രാധയെന്നും എന്തും പറയാം. അപ്പം നിങ്ങൾ രാധയില്ലാതെ കൃഷ്ണനെ പിടിച്ചാലുള്ള കുഴപ്പം മനസ്സിലായ? ഭട്ടതിരിപ്പാട് പോലും, ഈ ഭട്ടതിരിപ്പാട് തൻ്റെ ഗ്രന്ഥത്തിൽ ഒരിടത്ത് രാധാറാണിയെക്കുറിച്ച് പറയുന്നതുമുണ്ട്. മനസ്സിലായില്ലേ? ഇനിയും തീർന്നില്ല. ഇതിനടുത്ത അർത്ഥമുണ്ട്. വായു സർപ്പം. വായു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണൻ. നമ്മുടെ ദേഹത്ത് വായു ഉണ്ട്. നമുക്ക് ഗ്യാസ് അളവി എന്ന് പറയത്തില്ലേ? അപ്പം നമ്മുടെ ദേഹത്തുള്ള വായു എന്ന് പറയുന്നത് പ്രാണനാണ്. ഈ പ്രാണനെ ഭക്ഷിക്കുന്നവനാണ് സർപ്പം. വായുവിനെ ഭക്ഷിക്കുന്നതാണ് സർപ്പം. അത് അഷ്ടപതിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കാറ്റിനെ, വായുവിനെ ഭക്ഷിക്കുന്നവനാണ് സർപ്പം. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ ശരീരത്തിനുള്ളിലെ പ്രാണനാണ് വായു. അവനെ ഭക്ഷിക്കുന്ന സർപ്പമാണ് നമ്മുടെ കുണ്ഡലിനി ശക്തി. അപ്പോൾ ഇവിടെ എന്താണ് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിലുള്ള പ്രാണനെയും അവൻ്റെ കുണ്ഡലിനി ശക്തിയെയും നമിക്കുന്നു. ഈ പ്രാണനും കുണ്ഡലിനി ശക്തിയും സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പം നമ്മൾ നമ്മുടെ പ്രാണനെയും കുണ്ഡലിനി ശക്തിയെയും നമിക്കുമ്പോൾ നമ്മൾ ആരെ നമിക്കുന്നു? സാക്ഷാൽ വിഷ്ണുവിനെയും ശിവനെയും പാർവതിയെയും ലക്ഷ്മി ദേവിയെയും നമിക്കുന്നതിന് തുല്യം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ എന്ന വാക്കുകൊണ്ട് നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നു, ഈ ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിഷ്ണുവിനെയും ശിവനെയും പാർവതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും പ്രാണനെയും ആ പ്രാണനെ വിഴുങ്ങുന്ന സർപ്പമായ കുണ്ഡലിനി ശക്തിയെയും, അതായത് സത്യത്തിൽ പ്രാണനെ ഉണർത്തുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? കുണ്ഡലിനി ശക്തി. ആ കുണ്ഡലിനി ശക്തിയെയും ഞാൻ നമിക്കുന്നു. തീർന്നില്ല. സ എന്ന വാക്ക് ഐശ്വര്യപ്രദമാണ്. കാരണം അടുത്ത പറയാൻ പോകുന്നത് ആനന്ദമാണ്. അപ്പോൾ ആ ആനന്ദത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് സാന്ദ്രം. ഈ സ എന്ന് പറയുന്നത് ഐശ്വര്യം തരുന്ന ശബ്ദമാണ്. ഇത് സംഗീതത്തിലെ ഷഡ്ജം എന്നറിയപ്പെടും. നമ്മുടെ മൂക്ക്, കണ്ഠം, മാറിടം, താലു, നാവ്, പല്ല്, ഈ 6 സ്ഥാനങ്ങളിൽ തട്ടി വരുന്നത് 6 സ്വരങ്ങളുണ്ട്. ഈ 6 സ്വരങ്ങളെ ജനിപ്പിക്കുന്നത് സകാരമാണ്. ആരൊക്കെയാണ് 6 സ്വരങ്ങൾ? ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. ഈ 6 സ്വരങ്ങളെ ജനിപ്പിക്കുന്നത് ആരാകുന്നു? സ എന്ന ശബ്ദം, സകാരം. ഈ 6 സ്വരങ്ങളും ഒടുവിൽ ലയിച്ചു ചേരുന്നതും എവിടെയാണ്? സകാരത്തിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്വരങ്ങൾ എന്ന് പറയുന്നതും ഭഗവാനാണ്. സർവ്വതും ഭഗവാനിൽ നിന്ന് വരുന്നു, ഭഗവാനിൽ തന്നെ ചെന്ന് ലയിക്കുന്നു. സംഗീതം എന്ന് പറയുന്നത് ഭഗവത് സൃഷ്ടിയാണ്. സപ്തസ്വരങ്ങൾ മനസ്സിലായ? അപ്പം നമ്മുടെ സംഗീതം ഉണ്ടായിരിക്കുന്നത് സ എന്ന ശബ്ദത്തിൽ, ഇത് ചെന്ന് ലയിക്കുന്നതും സ എന്ന ശബ്ദത്തിൽ. അങ്ങനെ സ എന്ന ഐശ്വര്യപ്രദമായ വാക്കുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇനി സാന്ദ്രം. സാന്ദ്രം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള, അതിയായ. ഇനി നമുക്ക് ആ വാക്ക് മൊത്തം എടുക്കാം. സാന്ദ്രാനന്ദം, ഗാഠമായ ആനന്ദം എന്നാ പറയുന്ന. സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞാൽ ഗാഠമായ ആനന്ദം. അപ്പൊ സാന്ദ്ര ആനന്ദ അവബോധം. ശ്രദ്ധിച്ചോളണം. അതായത് നമുക്ക് അറിവുണ്ടാകും. അറിവുണ്ടാകുമ്പോൾ ഗാഠമായ ആനന്ദം ഉണ്ടാകും. എന്താണ്? ദുഃഖമില്ലാത്ത അവസ്ഥയാണ് ആനന്ദം. നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവൻ, ശരീരത്തിലിരിക്കുന്ന ജീവന് ദുഃഖവും അനിവാര്യമാണ്, സുഖവും അനിവാര്യമാണ്. പിന്നെ എങ്ങനെ ഗാഠമായ ആനന്ദം അനുഭവിക്കാൻ പറ്റും? മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിരിക്കുന്ന ജീവൻ, ആ ജീവന് ദുഃഖവും സുഖവും ഒക്കെ അനുഭവിക്കണ്ടേ?
അതിനതീതമായിട്ട് ആനന്ദം അനുഭവിക്കാൻ എങ്ങനെ പറ്റും? ഭട്ടതിരിപ്പാട് പറയുന്നു പറ്റും. എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അവബോധം, അറിവുണ്ടാകണം. ആ അറിവുണ്ടാകുന്നത് എങ്ങനെ? ഭക്തി കൊണ്ട്. ഭക്തി കൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകും. നല്ലപോലെ മനസ്സിലായില്ലേ? ഭക്തി കൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകും. എന്താണ് ആ ജ്ഞാനം? ബ്രഹ്മതത്വം. ഞാൻ എന്ന് പറയുന്നത് ഈ ബ്രഹ്മമാണെന്ന അറിവുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ വലിയ ഒരു ചൈതന്യമാണ്. ഇപ്പം എല്ലാവരും പറയും ബ്രഹ്മം സത്യം, ബ്രഹ്മം സത്യം. ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ പ്രകാശ സ്രോതസ്സിൽ നിന്നാണ്. ആ പ്രകാശ സ്രോതസ്സിനെയാണ് നമ്മൾ ബ്രഹ്മമെന്ന് വിളിക്കുന്നത്. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നാണ്. നമ്മൾ ആ പ്രകാശ സ്രോതസ്സിൻ്റെ ഒരു ഭാഗമാണെന്ന സത്യവും മനസ്സിലാക്കും. സൂര്യനും സൂര്യൻ്റെ കിരണങ്ങളും രണ്ടും രണ്ടാ എന്നാ ഒന്നല്ലേ? അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നതാണ് ഭഗവാൻ, അതിൽ നിന്ന് വരുന്ന കിരണങ്ങളാണ് നമ്മൾ. ഇതാണ് ബ്രഹ്മതത്വം. അപ്പം നിങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച വലിയ പ്രകാശ സ്രോതസ്സിൻ്റെ ഒരംശം എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് പല പല കുടത്തിൽ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ എപ്പോഴും ആ കടലിൽ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ കടൽ വെള്ളം കടലിൽ ചെല്ലുമ്പോഴേ അത് സംതൃപ്തിയാകൂ. ഈ തത്വം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഈ ലോകത്ത് നമുക്ക് സുഖവും ദുഃഖവും ഒന്നുമില്ലെന്ന് മനസ്സിലായിട്ട് അതോടെ പരമാനന്ദം ലഭിക്കും. ഈ സുഖം എന്നതും വലിയ കുഴപ്പമാണ്. ആനന്ദം ലഭിക്കാൻ സുഖവും തടസ്സമാണ്. ആ സുഖത്തിൽ കുരുങ്ങരുത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ്. ആ പ്രകാശത്തിൻ്റെ പേരാണ് ബ്രഹ്മം. അതാണ് ബ്രഹ്മം സത്യം എന്ന് പറയുന്നത്. ആ പ്രകാശത്തിൻ്റെ ഭാഗം തീയിലെ തീപ്പൊരിയാണ്. അതോടെ നമുക്ക് പരമമായ ആനന്ദം ലഭിക്കും. ഈ അറിവിനെയാണ് ഭട്ടതിരിപ്പാട് അവബോധമെന്ന് വിളിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അവബോധം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മളെന്ന് പറയുന്നത് വലിയ ഒരു, അതായത് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച പ്രകാശ ഊർജം. ആ പ്രകാശ ഊർജത്തിലെ ഒരു തരി മാത്രമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുമ്പോൾ സുഖവും ദുഃഖവും ഇല്ല. അതാണ് സാന്ദ്രാനന്ദ അവബോധം. ആ അവബോധം കിട്ടിക്കഴിയുമ്പോൾ അതില്ലേ, നിങ്ങൾ ഗാഠമായ നിദ്രയിൽ നിങ്ങൾക്ക് ശരീരബോധമില്ലല്ലോ, സ്വപ്നം പോലും കാണാതെ ഉറങ്ങിയെന്ന് പറയത്തില്ലേ? പക്ഷെ എന്തൊരു ആനന്ദമാണ്, വീണ്ടും അങ്ങനെ ഉറങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം വരുത്തില്ലേ? ആ സ്വപ്നം പോലും കാണാത്ത അവസ്ഥയിൽ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ പുരുഷനല്ല, സ്ത്രീയല്ല. നിങ്ങൾക്ക് മക്കളെക്കുറിച്ചുള്ള വിചാരമില്ല, പിതാവിനെ കുറിച്ചുള്ള വിചാരമില്ല, ദുഃഖങ്ങളില്ല, കടം കൊടുത്തവനെ കുറിച്ചുള്ള വികാരമില്ല, ഒന്നുമില്ല. പരമമായ ആനന്ദം. അപ്പോൾ സാന്ദ്രാനന്ദാവബോധം. ഈ അറിവ് കിട്ടവന് എപ്പോഴും ആനന്ദം. അവന് വിഷയസുഖത്തിൻ്റെ നടുവിലിരുന്നാലും ആനന്ദം അനുഭവിക്കും. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞത് ഈ ലോകത്ത് കാണുന്ന വിഷയസുഖങ്ങൾ അതുകൊണ്ട് കാര്യമില്ല, അതിനും അപ്പുറം ഒരു ആനന്ദമുണ്ടെന്ന്. ബുദ്ധൻ അല്ലേ, ബുദ്ധൻ്റെ ഒരു ശിഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഒരു വേശ്യാസ്ത്രീക്ക് ആഗ്രഹം തോന്നി. വേശ്യാസ്ത്രീ ബുദ്ധശിഷ്യനോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ, വേശ്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതീവ സുന്ദരിയും രാജകുമാരന്മാർ ഇവളടുത്ത് വരാൻ കാവൽ നിൽക്കുകയും ചെയ്യുന്നു, ധനികയാണല്ല, നമ്മൾ ഇന്നത്തെ സങ്കല്പത്തിലെ വേശ്യാസ്ത്രീ അല്ല, അവർ ദേവദാസിയാണ്. അപ്പോൾ ഇയാളെടുത്ത് ചോദിച്ചു, എൻ്റെ കൂടെ ഒരാഴ്ച താമസിക്കാമോ? അപ്പോൾ പറഞ്ഞു ബുദ്ധൻ്റെ അനുവാദം വാങ്ങിക്കട്ടെ. ബുദ്ധൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇയാളെ വശീകരിക്കാൻ 7 ദിവസവും നൃത്തം ചവിട്ടി, മനസ്സിലായില്ലേ, അർദ്ധനഗ്നയായി നൃത്തം ചവിട്ടി, എന്തൊക്കെ ചെയ്തിട്ടും അയാൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ചോദിക്കും, നിങ്ങൾക്കിതിലൊന്നും താല്പര്യമില്ലേ? ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ആനന്ദമാണ് ഞാൻ അനുഭവിക്കുന്നത്. അങ്ങനെ 7-ാം ദിവസം ആ സ്ത്രീ എന്ത് ചെയ്യുകയാണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആനന്ദം എന്താണ്? ധനം സമ്പാദിക്കുക, നമ്മുടെ മക്കൾ നല്ല നിലയിലെത്തുക, രോഗങ്ങളൊന്നും ഇല്ലാതെ സന്തോഷിച്ചിങ്ങനെ ഇരിക്കുക, പിന്നെ സെക്സ്. ഇത്രയുമാണ് മനുഷ്യൻ ആനന്ദം. അതിനേക്കാൾ വലിയ ആനന്ദം ഉണ്ടെന്ന് ഈ സന്യാസി പറഞ്ഞപ്പോൾ, എന്നാൽ അതെനിക്കറിയണം ആ ആനന്ദം, കാരണം ഇതിലൊന്നും വീഴുന്നില്ലല്ലോ. അങ്ങനെ ആ സ്ത്രീ സന്യാസം സ്വീകരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആനന്ദം എന്ന് പറയുന്ന നിങ്ങളുടെ മക്കൾ നല്ല നിലയിലെത്തുക, അതിനേക്കാൾ വലുതുണ്ടെന്നാണ് പറയുന്നത്. അപ്പം സാന്ദ്രാനന്ദ അവബോധാത്മകം
ഇനി ഭട്ടതിരിപ്പാട് ആ ശ്ലോകത്തിലോട്ട് നോക്കിക്കോ നിങ്ങൾ. എന്താ പറഞ്ഞ? സാന്ദ്രാനന്ദ അവബോധാത്മകം. ഇനി ഭട്ടതിരിപ്പാട് പറയുന്നത് അനുപമമിതം. കണ്ടില്ലേ? അനുപമമിതം എന്ന് പറഞ്ഞാൽ ഈ അറിവിനെ, ഈ ബ്രഹ്മതത്വത്തെ, ബ്രഹ്മതത്വം എന്ന് പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടയും ഇല്ല. എന്താ ബ്രഹ്മതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഒരു വലിയ പ്രകാശഗോളം. അതിനെയാണ് ആദിപരാശക്തി. ആ ഗോളത്തെയാണ് ബുദ്ധൻ കണ്ടത്. അത്രയേ ഉള്ളൂ. ആ പ്രകാശ സ്രോതസ്സിനെ നമുക്കൊന്നിനോട് ഉപമിക്കാൻ പറ്റത്തില്ല, അത് പറഞ്ഞറിയിക്കാനും പറ്റത്തില്ല. ഇപ്പം തേനിൻ്റെ രുചി എങ്ങനെയാണെന്ന് എങ്ങനെ പറയും? ഒരുത്തൻ ചോദിക്കുക തേനിൻ്റെ രുചി എന്തുവാന്ന്. അപ്പോൾ നമ്മൾ പറയും മധുരം. അപ്പോൾ എന്തൊരു മധുരം? പഞ്ചസാരയ്ക്കൊരു മധുരമുണ്ട്, മുട്ടായിക്കൊരു മധുരമുണ്ട്, കേക്കിനൊരു മധുരമുണ്ട്. ഒറ്റ പണിയേ ഉള്ളൂ, നീട്ടറാനാക്ക് എടുത്ത് മധുരം അങ്ങോട്ട്, തേൻ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അല്ലാതെ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അപ്പം നമുക്ക് ആരോടും ഈ ബ്രഹ്മതത്വത്തെ നമുക്ക് ഉപമിക്കാനായിട്ട് സാധ്യമല്ല. അപ്പം മനസ്സിലായില്ലേ? സാന്ദ്രാനന്ദ അവബോധാത്മകം, അത്രയും മനസ്സിലായല്ലോ. അറിവ്, ഞാൻ ശരീരമല്ല ബ്രഹ്മമാണെന്ന അറിവ് കിട്ടുന്നതോടുകൂടി ഗാഠമായ ആനന്ദമുണ്ടാകും. അത് അനുപമമിതം, ഉപമിക്കാൻ പറ്റാത്തതാണ്. കാലദേശാവതിഭ്യം, ഇതിന് കാലം ദേശം എന്നിവ ബാധകമല്ല. ഈ ബ്രഹ്മതത്വം എന്നുണ്ടായെന്നോ ഇനി എത്ര നാൾ വരെ നിലനിൽക്കുമെന്നോ ഇത് ലോകത്തിൽ ആർക്കും പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പം ഈ അറിവ്, ബ്രഹ്മം എന്ന അറിവ്, ആ ബ്രഹ്മമാണ് ഒരു ശരീരം പൂണ്ടതാണ് ഗുരുവായൂരപ്പൻ എന്നാണ് ഭട്ടതിരിപ്പാട് പറയാൻ വരുന്നത്. അപ്പോൾ ഈ ബ്രഹ്മതത്വം അല്ലെങ്കിൽ ഈ ബ്രഹ്മതത്വം രൂപം പ്രാപിച്ച സാക്ഷാൽ ഗുരുവായൂരപ്പൻ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതനാണ്. ഇനി ഇത്ര വർഷവും കൂടെ ഗുരുവായൂരപ്പൻ നിൽക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അപ്പുറമാണ് ഗുരുവായൂരപ്പൻ. ഏത്? ബ്രഹ്മം, അതായത് ആ വലിയ പ്രകാശം, അത് രൂപം പൂണ്ടുവന്ന ഗുരുവായൂരപ്പൻ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നിർമുക്തം. നിർമുക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലത്തിനും ദേശത്തിൻ്റെയും പിടിയിൽപ്പെടാത്തവൻ, അതാണ് നിർമുക്തം. അപ്പം സാക്ഷാൽ ഗുരുവായൂരപ്പൻ കാലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ എന്നുണ്ടായി ഇനി എന്ന് തീരും എന്ന് പറയാൻ പറ്റില്ല. ദേശങ്ങൾ, ഗുരുവായൂരപ്പനെ കേരള ദേശത്തുള്ളവരെ ആകർഷിക്കൂ, അല്ലെങ്കിൽ വേറൊരാളെ ആകർഷിക്കൂ, അങ്ങനെയില്ല. യൂറോപ്യൻസ് വരെ ഇവിടെ വരുന്നുണ്ട്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതൻ, നിർമുക്തം. ഇനി അടുത്ത വാചകം നോക്കിയാൽ നിങ്ങൾ, നിത്യമുക്തം. നിത്യമുക്തം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ എപ്പോഴും ബന്ധങ്ങളോടൊട്ടി നിൽക്കും. ഇതെൻ്റെ മകൻ, ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ അച്ഛൻ. എന്നാൽ ബ്രഹ്മതത്വത്തിന്, അതായത് ഗുരുവായൂരപ്പന് അങ്ങനെ ഒട്ടലില്ല. ഒന്നിനോടും ഗുരുവായൂരപ്പൻ ഒട്ടലില്ല. അങ്ങനെ ഒന്നിനോടും ഒട്ടലില്ലാതെ നിത്യമുക്തൻ, മുക്തൻ സ്വതന്ത്രൻ, സ്വതന്ത്രനായവനാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ടല്ലേ കൃഷ്ണൻ പറയുന്നത്, ഗോപസ്ത്രീകളെടുത്ത് പറയല്ലേ, കൃഷ്ണൻ ബ്രഹ്മചാരിയാണെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ യമുനെ വഴിമാറൂ. അപ്പോൾ ഗോപികമാര് ചിരിക്കും, കൃഷ്ണ നീ ആ ബ്രഹ്മചാരി, ഇച്ചിരി മുമ്പേ ഞങ്ങളവിടെ നൃത്തമാടി രതിലീലകളാടുന്നവനാണ്. അത് ആ സമയത്ത് കൃഷ്ണൻ ഒന്നിനോടും ഒട്ടലില്ല. മനസ്സിലായില്ലേ? വൃന്ദാവനം വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, മധുര വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ബന്ധങ്ങളോട് ഒട്ടലില്ലാതെ നിൽക്കുന്നവനാണ് നിത്യമുക്തൻ. നിങ്ങളാരും നിത്യമുക്തനല്ല. എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് ആരും നിത്യമുക്തരല്ല. അവർ അച്ഛൻ, അമ്മ, മക്കൾ ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കൃഷ്ണനാകട്ടെ ഇല്ലേ, തൻ്റെ മകൻ സാമ്പനെയൊക്കെ മുനി ശപിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും തോന്നിയില്ല. അതാണ് നിത്യമുക്തൻ. ഇനി അടുത്ത വരി നോക്കേ. അപ്പം നമ്മൾ പറഞ്ഞതെല്ലാം മനസ്സിലായില്ലേ? സാന്ദ്രാനന്ദ അവബോധാത്മകം. നമ്മൾ ഈ ശരീരമല്ല ബ്രഹ്മമാണെന്ന അറിവ് കൊണ്ടുണ്ടാകുന്ന പരമാനന്ദം. കാലദേശാവതിഭ്യാം, ആ ബ്രഹ്മതത്വം രൂപം പൂണ്ട ഗുരുവായൂരപ്പൻ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതനാണ്. അതുകൊണ്ട് അവനെ നിർമുക്തൻ എന്ന് വിളിക്കും. പിന്നെ ഗുരുവായൂരപ്പൻ ആരോടും ഒട്ടലില്ല, അച്ഛൻ, അമ്മ. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ നിത്യമുക്തനാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നിഗമശതസഹസ്രേണ നിർഭാസ്യമാനാം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ ബ്രഹ്മതത്വം നമുക്ക് എങ്ങനെ മനസ്സിലായത്? ഈ ബ്രഹ്മതത്വം, അതായത്
ഈ ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ ഊർജം, അതിനെയാണ് നമ്മൾ ആദിപരാശക്തി എന്ന് വിളിക്കുന്നത്. അപാരമായ ഒരു പ്രകാശഗോളത്തിൽ നിന്നാണ്. ഇതെങ്ങനെ മനസ്സിലായി? ഇത് നമ്മുടെ ഋഷീശ്വരന്മാർ സാക്ഷാത്കരിച്ചെടുത്തിട്ട് വേദങ്ങളിലും ഉപനിഷത്തുകളിലും അവരതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഋഷീശ്വരന്മാർ അവർ സാക്ഷാത്കരിച്ച് ധ്യാനത്തിലൂടെ അവരെ മനക്കണ്ണുകൊണ്ട്, ബുദ്ധനും അതാ കണ്ടത്, മനക്കണ്ണുകൊണ്ട് അവർ കണ്ടു, സ്വർണം പോലത്തെ ആ തേജപുഞ്ചം കണ്ടു. അതാണ് ബ്രഹ്മതത്വം. അതിൽ നിന്നാണ് ആ തേജപുഞ്ചത്തിന് ഏത് രൂപവും പ്രാപിക്കാൻ കഴിയും. അതിൽ നിന്നാണ് മനുഷ്യനും മൃഗങ്ങളും മരങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടായത്. ഇതാണ് ബ്രഹ്മതത്വം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബ്രഹ്മം എന്നൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്, ബ്രഹ്മതത്വം എന്നും കേൾക്കാറുണ്ട്. ഇപ്പോൾ ബ്രഹ്മതത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ? അപാരമായ പ്രകാശം. ആ പ്രകാശത്തിന് ഏത് രൂപവും പ്രാപിക്കാൻ പറ്റും. അതിൽ നിന്നാണ് മരങ്ങളും മനുഷ്യനും പക്ഷികളും മൃഗാദികളും എല്ലാം ഉണ്ടായത്. ഇത് മനക്കണ്ണുകൊണ്ട് ഋഷിമാർ കണ്ടു. കണ്ടിട്ട് നമ്മുടെ നിഗമം വേദം, നമ്മുടെ വേദങ്ങളിൽ ഇതിനെക്കുറിച്ച് അവർ എഴുതി വെച്ചു. അങ്ങനെ ഈ ബ്രഹ്മതത്വം വേദങ്ങളിലും ഉപനിഷത്തുകളിലും പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഋഷിമാർ മനക്കണ്ണുകൊണ്ട് കണ്ടു ആ അസാമാന്യമായ പ്രകാശം. ആ പ്രകാശത്തിൽ നിന്നാണ് ഈ ലോകമുണ്ടായതെന്ന്. ആ പ്രകാശത്തെക്കുറിച്ച് വേദങ്ങളിലും ഉപനിഷത്തുകളിലും എഴുതി വെച്ചു. ആ മുനിമാര് കണ്ട പ്രകാശമില്ലേ, ആ പ്രകാശത്തിനൊരു മനുഷ്യരൂപം എടുക്കണമെന്ന് തോന്നി. അങ്ങനെ എടുത്തതാണ് ഗുരുവായൂരപ്പൻ. ഇതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇനി ഭട്ടതിരിപ്പാട് എന്താ പറയുന്നത്? അസ്പഷ്ടം ദൃഷ്ടമാത്രേ. അസ്പഷ്ടം, അതായത് ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളുടെ അവസ്ഥയാണ് അസ്പഷ്ടം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ചം ഉണ്ടായത് ഒരു വലിയ പ്രകാശത്തിൽ നിന്നാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അതിപ്പോഴും അസ്പഷ്ടമാണ്, വ്യക്തമായിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. സ്പഷ്ടം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണണം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറവിൽ നിന്ന് ആംബുലൻസിന്റെ സൈറൺ കേൾക്കുന്നു. ആ സൈറൺ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ വരുന്ന വാഹനം ഏതാണ്, ആംബുലൻസ്. നമുക്ക് മനസ്സുകൊണ്ട് അതിനെ നമുക്ക് ഓർമ്മിച്ചെടുക്കാം. പക്ഷേ ആ ആംബുലൻസ് നമ്മുടെ ദൃഷ്ടിയിൽ പെടണമെങ്കിൽ പിന്നെയും ഇച്ചിരി സമയമെടുക്കും. അതുപോലെ ബ്രഹ്മം, ഈ ലോകം ഒരു വലിയ സ്വർണ്ണ പ്രകാശമാണെന്ന തത്വം നമുക്ക് മനസ്സിലായി. അപ്പോഴും അത് അസ്പഷ്ടമാണ്, നമ്മുടെ കൺമുന്നിൽ വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ കൺമുന്നിൽ വരും എന്നാണ് ആര് പറയുന്നത്? ഭട്ടതിരിപ്പാട്. ആരെ ധ്യാനിച്ചാൽ? ഗുരുവായൂരപ്പനെ ധ്യാനിച്ചാൽ. അപ്പോൾ അത് സ്പഷ്ടമാകും. അതുപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യോദയത്തിന് മുമ്പ് തന്നെ സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിൽ വരും. അപ്പോൾ ആ സൂര്യകിരണം നമ്മൾ കാണും. അപ്പം നമുക്കറിയാം ഇത് എവിടുന്ന് വരുന്നെന്നറിയാം. ആ സൂര്യബിംബം കാണാൻ കുറച്ചും കൂടെ കാത്തിരിക്കണം. ഇതുപോലെയാണ് ബ്രഹ്മം എന്തെന്ന് ആദ്യം മനസ്സിലാകും. പക്ഷെ അത് അസ്പഷ്ടമാണ്, വ്യക്തമല്ല, കണ്ണുകൊണ്ട് കണ്ടില്ല. അത് സ്പഷ്ടമാകണം. സ്പഷ്ടമാകുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണണം. അത് അല്പവും കൂടെ സമയമെടുക്കും. അപ്പോൾ ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും അറിവ് കിട്ടും. ആ അറിവ് കൈവിടാതെ ഗുരുവായൂരപ്പനെ ധ്യാനിച്ചുകൊള്ളൂ. അപ്പോൾ കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ അത് വ്യക്തമാകും. അതാണ് അസ്പഷ്ടം ദൃഷ്ടമാത്രേന എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞെന്താണ്? പുനരുരു പുരുഷാർത്ഥാത്മകം. പുനരുരു പുരുഷാർത്ഥാത്മകം എന്ന് പറഞ്ഞാൽ ഈ തത്വം നിങ്ങൾക്ക് വ്യക്തമായി കഴിയുമ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിൽ ധർമ്മവും അർത്ഥവും കാമവും നിങ്ങളുടെ വശത്താകും. പിന്നെ നിങ്ങൾക്ക് ധർമ്മമനുസരിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ധർമ്മം എന്താണെന്നും അർത്ഥം എന്താണെന്നും കാമം എന്താണെന്നും നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാകൂ. അപ്പോൾ ഈ ബ്രഹ്മതത്വം ഇനി ഞാൻ എടുത്തു പറയേണ്ടല്ലേ. ബ്രഹ്മതത്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് വലിയ ഒരു പ്രകാശഗോളം. അത് മനസ്സിലാകുന്നതോടുകൂടി ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ നിങ്ങളുടെ വശത്താകും. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അപാരമായ ആ സ്രോതസ് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതോടുകൂടി നിങ്ങൾക്ക് മോക്ഷവുമായി. ധർമ്മ അർത്ഥ കാമങ്ങളെ നിയന്ത്രിക്കാൻ ആദ്യം പറ്റും. ബ്രഹ്മതത്വം അറിയുന്നവന് ധർമ്മവും അർത്ഥവും കാമവും എന്താണെന്ന് മനസ്സിലായി അതനുസരിച്ച് ജീവിക്കാൻ പറ്റും.
അങ്ങനെ ജീവിച്ചു വരുമ്പോൾ ധർമ്മമനുസരിച്ച് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതേ, ദൈവത്തെ കാണാം, നിങ്ങൾക്ക് ദൈവത്തെ കാണാം എന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർ കാണണം. ഞാൻ അതിനകത്ത് പറഞ്ഞത് ധർമ്മമനുസരിച്ച് ജീവിക്കാൻ, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്, പ്രവർത്തിക്കരുത്. അങ്ങനെ പോകുമ്പോൾ ഇത് തെളിയുമെന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? നല്ലതുപോലെ പിടികിട്ടിയില്ലേ? ഞാൻ നിങ്ങളടുത്ത് ദൈവത്തെ കാണാം എന്ന് പറഞ്ഞതിൽ ഈ തത്വങ്ങൾ കൊണ്ട്. അപ്പോൾ പറയാണ്, നിങ്ങൾ ധർമ്മം അനുസരിച്ച് ജീവിക്കുക. ധർമ്മം, അർത്ഥം, കാമം, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്, പ്രവർത്തികൾ ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രകാശഗോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അസാമാന്യമായ ഈ പ്രകാശഗോളം നിങ്ങളുടെ മുന്നിൽ തെളിയും. അങ്ങനെ തെളിഞ്ഞ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് പറ്റി? മോക്ഷമായി കഴിഞ്ഞു, നിങ്ങൾക്ക് മോക്ഷം കിട്ടിക്കഴിഞ്ഞു. അപ്പം നല്ലതുപോലെ മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ? അസ്പഷ്ടം ദൃഷ്ടമാത്രേണ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി. ബ്രഹ്മതത്വം തത്താവത് ഭാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബ്രഹ്മതത്വം അതോടുകൂടി നിങ്ങൾക്ക് വ്യക്തമായി മാറും. അതായത് താങ്ങാൻ പറ്റാത്ത ആ പ്രഭ നിങ്ങൾക്ക് വ്യക്തമായി തീരും. ഇനി കവി പറയുന്നത് ബ്രഹ്മതത്വം തത്വാവത് ഭാതി. ഇനി എത്ര വരികളാണ്? സാക്ഷാത് ഗുരു പവന പുരേ ഹന്തഭാഗ്യം ജനാനാം. അതായത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭയങ്കരമായ ഒരു പ്രകാശമാണ്. ആ പ്രകാശത്തെ ബ്രഹ്മമെന്ന് വിളിക്കുന്നു. ഈ പ്രകാശം മാത്രമാണ് സത്യം. അതുകൊണ്ടാണ് ബ്രഹ്മം സത്യം. ആ പ്രകാശത്തിൽ നിന്നുണ്ടായതാണ് ഈ ജഗത്ത്. ഈ ജഗത്ത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചത് ഇല്ലാതാകാം. എന്ന് പറഞ്ഞാൽ ചെലന്തി വല കെട്ടുന്ന ചെലന്തി ആ വലയെ തൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ജഗത് മിഥ്യ എന്ന് പറയുന്നത്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നല്ല, അല്ലാത്തതെന്ന അർത്ഥം. ഇത് നിങ്ങൾ സത്യമാണെന്ന് കരുതുന്നു, ഇത് ഉള്ളത് തന്നെയാണ്, പക്ഷേ ഇത് ഒരു ദിവസം അപ്രത്യക്ഷമാകും. അപ്പോൾ മേൽപ്പത്തൂർ പറയുന്നത് ശ്രദ്ധിക്കണേ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വലിയ ഒരു പ്രകാശഗോളത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിലെ എല്ലാവരും ഉണ്ടായത്. ബ്രഹ്മതത്വം. ഈ ബ്രഹ്മതത്വം മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി പുരുഷാർത്ഥങ്ങൾ നിങ്ങൾക്ക് വശത്തായിട്ട് ഒരു ദിവസം നിങ്ങൾ ഈ വലിയ പ്രകാശഗോളം എന്ന ബ്രഹ്മത്തെ ദർശിക്കും. അതോടുകൂടി മോക്ഷം കിട്ടി. ഇനി ഈ ബ്രഹ്മതത്വം നമുക്ക് ആ പ്രകാശഗോളം കാണുന്നതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സത്യത്തിൽ ചെയ്യണം? ഈ പ്രകാശഗോളം കാണുന്നതിന് നമ്മൾ എന്താ പറയേണ്ടത്? തപസ്സനുഷ്ഠിക്കണം. മനസ്സിലായില്ലേ? ചില സമയത്ത് ഭക്ഷണം ഉപയോഗിച്ച് തപസ്സനുഷ്ഠിക്കണം. പെട്ടെന്ന് കേട്ടോളണേ, ശ്രദ്ധിച്ചു കേട്ടോളണം. ബുദ്ധനൊക്കെ എന്തുമാത്രം തപസ്സനുഷ്ഠിച്ചു. സാക്ഷാൽ ശ്രീബുദ്ധൻ ഈ ബ്രഹ്മമെന്ന പ്രകാശഗോളത്തെ കാണുന്നതിന് വേണ്ടി എത്രയോ വർഷം കഠിനമായ തപസ്സനുഷ്ഠിച്ചു. അപ്പോൾ ഈ ബ്രഹ്മതത്വത്തെ കണ്ണുകൊണ്ട് കാണാൻ തപസ്സനുഷ്ഠിക്കണം. ഭക്ഷണങ്ങൾ പലപ്പോഴും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. കഠിനമായിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. അപ്പോൾ മേൽപ്പത്തൂർ പറയുകയാണ്, മനുഷ്യ, കഠിനമായ തപസ് കൊണ്ട് ആഹാരം പോലും ഉപേക്ഷിച്ച് വർഷങ്ങളെടുത്ത് ശ്രീബുദ്ധനും ജൈനനും വർദ്ധമാന മഹാവീരനും ഒക്കെ കണ്ട ആ തേജോ ഗോളമുണ്ടല്ലോ, അത് നിനക്കിപ്പോൾ കാണാമെന്ന്, എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും കാണാമെന്ന്. അതിനു വേണ്ടി നിങ്ങൾ തപസ്സനുഷ്ഠിക്കണ്ട. അപ്പം മനുഷ്യ, തപസ്സനുഷ്ഠിക്കാതെ വ്രതമെടുക്കാതെ നിനക്ക് ആരെ കാണാൻ പറ്റുമെന്ന്? നിന്റെ കണ്ണുകൾ കൊണ്ട് ഈ പ്രകാശഗോളത്തെ നിനക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രകാശഗോളം, ഈ ചൈതന്യം മനുഷ്യന്റെ രൂപം പ്രാപിച്ചിട്ട് സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലകത്ത് വിലസുകയാണ്. മനസ്സിലായ നിങ്ങൾക്ക്? ശ്രീബുദ്ധൻ കണ്ട പ്രകാശഗോളം നമുക്ക് രോമാഞ്ചം ഉണ്ടാകും. സാക്ഷാൽ ശ്രീബുദ്ധൻ വർഷങ്ങളോളം തപസ്സിരുന്നിട്ട്, ജൈനനും വർദ്ധമാന മഹാവീരനുമൊക്കെ വർഷങ്ങളോളം തപസ്സിരുന്ന് ആഹാരം ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് കൊടും തപസ്സിരുന്ന് കണ്ട
എന്ന് പറഞ്ഞാൽ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് കണ്ട ആ പ്രകാശഗോളമെന്ന ബ്രഹ്മം. മനുഷ്യ, നീ തപസ്സനുഷ്ഠിക്കണ്ട, ആഹാരം ഉപേക്ഷിക്കണ്ട, നീ ശാരീരിക ബന്ധം എല്ലാം ഏർപ്പെട്ടോ. അങ്ങനെയുള്ള നിനക്ക് നിന്റെ കണ്ണുകൊണ്ട് ആ പ്രകാശഗോളം കാണാൻ അവസരം വന്നിരിക്കുന്നു. ആ പ്രകാശഗോളം ദാണ്ടേ ഒരു മനുഷ്യന്റെ രൂപം പൂണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്നു. ആ പ്രകാശഗോളം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിൽ അങ്ങനെ പരിലസിക്കുന്നു. നാരായണ നാരായണ നാരായണ, ഓം നമോ നാരായണ നാരായണ. ഒരു പാടുമില്ല. വീട്ടിൽ നിന്നൊന്ന് കുളിച്ചിട്ടിറങ്ങ്, ദിവസമൊന്നും വേണ്ട, ഒന്ന് കുളിച്ചിട്ടിറങ്ങ്, ബസ്സിലോ ട്രെയിനിലോ കയറ്, ഗുരുവായൂർ അമ്പലത്തിലെത്ത്, ക്യൂ നിൽക്ക്, ക്യൂവിലൂടെ അകത്തേക്ക് കയറ്. ദാ ശ്രീകോവില് തുറക്കുമ്പം ദാ നിൽക്കുന്ന ബ്രഹ്മം, സാക്ഷാൽ ബ്രഹ്മം. മനസ്സിലായില്ലേ? സാക്ഷാൽ ബ്രഹ്മം, ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന തേജോഗോളം, ശ്രീബുദ്ധൻ കണ്ട തേജോഗോളം. ആ തേജോഗോളം ദാണ്ടേ ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂ നിന്ന് കയറുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിന്റെ ശ്രീകോവിലിനകത്ത് അങ്ങനെ നിൽക്കുകയാണ്, അലങ്കാര വിഭൂഷിതനായിട്ട് നിൽക്കുകയാണ് സാക്ഷാൽ പരബ്രഹ്മം. സാക്ഷാൽ പരബ്രഹ്മം മനുഷ്യ രൂപം പൂണ്ട് നിൽക്കുന്നു. മനുഷ്യ, ബുദ്ധൻ പോലും കാണാൻ പാടുപെട്ട വർഷങ്ങളെടുത്ത ആ ഇതിനെ നീതാ നേരിട്ട് കാണൂ, നേരിട്ട് കാണൂ, കണ്ട് മതിമറക്കൂ. ഹോ ഹന്തഭാഗ്യം ജനാനാം. ഇന്നത്തെ ജനങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തവരാണ്. മനസ്സിലായില്ലേ? ആശ്ചര്യ ശബ്ദമാണ്. ഒരു പ്രയത്നവും കൂടാതെ, വേദപഠനം കൂടാതെ, ചുമ്മാ, വെറും ചുമ്മാ ബസ്സിലോ ട്രെയിനിലോ കയറി ഗുരുവായൂർ ശ്രീകോവിലിനകത്ത് ബുദ്ധൻ കണ്ട പ്രകാശഗോളം ബ്രഹ്മം നിൽക്കുന്നു. താണു വണങ്ങ്. ആ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇടിച്ചങ്ങോട്ട് കയറുമ്പോൾ തന്നെ ദൂരെന്നേ ഭഗവാനെ കാണാം. ഭഗവാനെ വണങ്ങ്. അങ്ങ് എത്തുന്നതിന് മുമ്പ് നാരായണ 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 നാരായണ. ബുദ്ധൻ കണ്ട ആ പ്രകാശഗോളമായ നാരായണ, വർദ്ധമാന മഹാവീരനും ജൈനനും കണ്ട ആ പ്രകാശഗോളമായ നാരായണ, സാക്ഷാൽ ബ്രഹ്മതത്വമായ നാരായണ എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ എത്തുന്നവരെ, നിങ്ങൾ പുണ്യം ചെയ്തവർ, നിങ്ങൾ ഭാഗ്യം ചെയ്തവർ. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം എന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മജ്ഞാനം ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ വിലസുന്നത് കാണൂ. സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തി നേടൂ, സർവ്വ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തി നേടൂ, മോക്ഷത്തിലേക്ക് പോകൂ എന്നാണ് ഇവിടെ ആര് പറയുന്നത്? സാക്ഷാൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. മനസ്സിലായ? അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ ഭട്ടതിരിപ്പാട് മഹാസ്തോത്രങ്ങൾ തുടങ്ങുമ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കും. ഇവിടെ നമ്മളെയും ഭട്ടതിരിപ്പാട് അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകട്ടെ എന്നനുഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ ബ്രഹ്മമാണ്. നമ്മളെന്ന് പറഞ്ഞ പ്രകാശഗോളമാണ്. അതിലെ കിരണങ്ങൾ മാത്രമാണ് നമ്മൾ. നിങ്ങൾക്ക് മനസ്സിലാകാൻ, സൂര്യനാണ് ബ്രഹ്മമെങ്കിൽ അതിലെ കിരണങ്ങളാണ് നമ്മളൊക്കെ. അപ്പോൾ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബ്രഹ്മമാണ്. വലിയ പ്രകാശഗോളത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. ഈ അറിവ് നിന്നിൽ ഗാഠമായ ആനന്ദം ഉണ്ടാക്കും. ആ ആനന്ദം നിന്നെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിക്കും. മനസ്സിലായില്ലേ? വേദങ്ങളിൽ പറഞ്ഞ ആ ആനന്ദരൂപം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഹന്തഭാഗ്യം ജനാനാം, ഇന്നത്തെ കാലത്തെ ജനങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ബുദ്ധൻ പോലും തപസ് ചെയ്ത് കണ്ട ആ പ്രകാശഗോളം ബ്രഹ്മതത്വം ഗുരുവായൂർ അമ്പലത്തിൽ. ഇനി ഒരിക്കൽ കൂടി നിങ്ങളതൊന്ന് നോക്കേ. സാന്ദ്രാനന്ദാവബോധമാത്മാകം അല്ലേ? സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറഞ്ഞാൽ ആ അവബോധമാണ്. സാന്ദ്രാനന്ദ അവബോധാത്മകം, ഗാഠമായ അറിവിൽ നിന്നുണ്ടാകുന്ന ആനന്ദം. അനുപമമിതം,
ഉപമിക്കാൻ പറ്റുന്നില്ല. കാലദേശാവധിഭ്യാം എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അപ്പുറം നിൽക്കുന്നു. നിർമുക്തം നിത്യമുക്തം, കാലദേശങ്ങളിൽ നിന്നും മുക്തനായവനും ബന്ധങ്ങളുടെ ഒട്ടലിൽ നിന്നും മുക്തനായവനും നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. സർവവേദങ്ങളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞ് വേദങ്ങളിൽ ശോഭിക്കപ്പെടുന്നവനും. അസ്പഷ്ടം ദൃഷ്ടമാത്രേ, ആദ്യം ഇത് അസ്പഷ്ടമാകും, കാണാൻ കഴിയുന്നില്ല. പുനരുരു പുരുഷാർത്ഥാത്മകം, അതിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പുരുഷാർത്ഥമായ ധർമ്മമർദ്ദ കാമ മോക്ഷം കിട്ടുന്നു. ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേശ അപുരേ അന്തഭാഗ്യം ജനാനാം. അങ്ങനെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഋഷീശ്വരന്മാർ മനക്കണ്ണുകൊണ്ട് കണ്ട ഗാഠമായ ആനന്ദം നൽകുന്ന ധർമ്മ അർദ്ധ കാമ മോക്ഷ എന്ന് പറയുന്ന 4 അവസ്ഥകളിലൂടെയും കടത്തി മോക്ഷം തരുന്ന ആ ബ്രഹ്മതത്വം ഗുരുവായൂർ ശ്രീകോവിലിൽ വിലസുന്നു. കൈ വണങ്ങിക്കൊള്ളൂ, കൈ വണങ്ങിക്കൊള്ളൂ, കൈ വണങ്ങിക്കൊള്ളൂ. നാരായണ 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 നാരായണ. നമുക്കെല്ലാം ആയുരാരോഗ്യ സൗഖ്യം തരട്ടെ. എനിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം സാക്ഷാൽ ഗുരുവായൂരപ്പൻ തരട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മേ രാധാറാണി അമ്മേ, ഗുരുവായൂരപ്പനും രാധാറാണി അമ്മയും അനുഗ്രഹിച്ചാൽ അടുത്ത തിങ്കളാഴ്ച വരൂ, അടുത്ത ശ്ലോകങ്ങളിലേക്ക് കടക്കാം. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.